നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ സീസണിലെ മികച്ച സ്ട്രൈക്കർ ആരാണ്? വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പലർക്കും പറയാനുണ്ടാകും. ഇപ്പോൾ മികച്ച 5 സ്ട്രൈക്കർമാരുടെ ഒരു റാങ്ക് സ്കോർ 90 പുറത്തുവിട്ടിട്ടുണ്ട്, ഒരു പവർ റാങ്കിങ് പോലെ. അതിലാരൊക്കെയാണുള്ളത് നോക്കാം. 5ാം സ്ഥാനത്ത് അവർ കൊടുത്തിരിക്കുന്നത് ഹൂലിയൻ ആൽവരസിനെയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ചേക്കേറിയ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് വന്ന അർജന്റീൻ സൂപ്പർ താരം മിന്നും പ്രകടനമാണ് മാഡ്രിഡ് ടീമിനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ അദ്ദേഹം 5ാം സ്ഥാനത്ത് വരുന്നു. 4ാമത് ഹാരി കെയ്നാണ്. ഒരു സംശയവും വേണ്ട, ഇംഗ്ലീഷ് ഗോളടി മെഷീൻ ബയേൺ മ്യൂണിക്കിനായിട്ട് തൻ്റെ ഗോളടി മേളം തുടരുന്ന സീസണാണിത്. അദ്ദേഹം 4ാമത് വരുന്നു. 3ാം സ്ഥാനത്താണ് ഏർലിംഗ് ഹാലൻഡ് ഉള്ളത്. ഹാലൻഡ് ഇടയ്ക്കൊന്ന് ഗോളടി നിന്നുപോയെങ്കിലും വീണ്ടും ആ ഗോൾ മെഷീൻ ഓണായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ പ്രീമിയർ ലീഗിൽ അദ്ദേഹം ഗോളടിയുടെ കാര്യത്തിൽ ഇപ്പോഴും 2ാമതുണ്ട്. സോ അദ്ദേഹം 3ാം സ്ഥാനത്ത് വരുന്നു. 2ാമത് റോബർട്ട് ലെവൻഡോസ്കി. FC ബാഴ്സലോണയ്ക്ക് വേണ്ടി മികച്ച പ്രകടനമാണ് ഈ പ്രായത്തിലും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. ലലീഗയിലും അതുപോലെ തന്നെ യുവേഫ ചാമ്പ്യൻസ് ലീഗിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഗോളടി അവർക്ക് വലിയ ഉപകാരമാവുന്നു. ലലീഗയിൽ അദ്ദേഹമാണ് ഗോളടിയിൽ 1ാമത്, 19 ഗോളുമായിട്ട് അദ്ദേഹം 1ാമത് നിൽക്കുന്നു. റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തുള്ളത് കിലിയൻ എംബാപ്പയാണ്. എന്തൊരു പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ റയലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിലൊന്ന് സ്ട്രഗിൾ ചെയ്തെങ്കിലും ഇപ്പോൾ ഗോളടിയുടെ കാര്യത്തിൽ ലലീഗയിൽ അദ്ദേഹം 17 ഗോളുകളുമായിട്ട് 2ാമതുണ്ട്. ഓൾറെഡി അദ്ദേഹം 10-25 ഗോളുകൾ എല്ലാ കോമ്പറ്റീഷനുകളുമായിട്ട് അവർക്ക് വേണ്ടി നേടിക്കഴിഞ്ഞു. സോ 1ാം സ്ഥാനത്ത് പവർ റാങ്കിങ്ങിലുള്ളത് എംബാപ്പയാണ്. ഇതാണ് സ്കോർ 90യുടെ ഒരു റാങ്കിങ്. 1 എംബാപ്പെ, 2 റോബർട്ട് ലെവൻഡോസ്കി, 3 ഏർലിംഗ് ഹാലൻഡ്, 4 ഹാരി കെയ്ന്, 5 ഹൂലിയൻ ആൽവരസ്. പക്ഷേ എൻ്റെ മനസ്സിലുള്ള ഒരു ചോദ്യം ഞാനും നിങ്ങളോടുമായിട്ട് പങ്കുവെക്കുകയാണ്. സല എവിടെ? ഇവർക്കൊക്കെ മുകളിലല്ലേ ഈ സീസണിലെ സലയുടെ പ്രകടനം എന്ന ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവും. പ്രീമിയർ ലീഗിൽ ഗോളടിയിൽ 1ാം സ്ഥാനത്ത് അദ്ദേഹമാണ്. ആസിസ്റ്റിലും അദ്ദേഹം തന്നെയാണ് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പക്ഷേ ഇവരുടെ റാങ്കിങ്ങിൽ അദ്ദേഹത്തിന് ഇടമില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.